ായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നന്മയുടെ, ആത്മവിശ്വാസത്തിന്റെ, ആത്മനിർഭരതയുടെ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, കർമ്മനിരതരാകുമ്പോൾ നമ്മളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതം ഒരു അത്ഭുതകരമായ പ്രതിഭാസം. Last century this day we were not here, next century this day also we will not be here. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? അതാണ് ജീവിതം. നമ്മളുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത് മുഴുവനും അതാണ്. മരണശേഷം സ്വർഗത്തിലേക്ക്, മോക്ഷത്തിലേക്ക് എന്നുള്ളത് ചെറിയ ഒരു സന്ദേശം മാത്രമാണ്. മരണത്തിനു മുമ്പ്, ജനനത്തിന് ശേഷം, മരണത്തിനു മുമ്പ് ജനനത്തിന് ശേഷമുള്ള ഈ കാലയളവ് നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? കഴിഞ്ഞ ദിവസം നമ്മുടെ യുക്തിവാദികൾക്ക് ഒരു ചെറിയ മറുപടി കൊടുത്തപ്പോ ഒരു യുക്തിവാദി എന്നോട് വളരെ ഷാർപ്പായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞത്, നീ ചെന്ന് യുക്തിവാദം എന്താണെന്ന് ആദ്യം പഠിക്കുക എന്നുള്ളൊരു വരിയായിരുന്നു. ഞാൻ പെട്ടെന്ന് മനസ്സിൽ ചിന്തിച്ചത്, യുക്തിവാദം എന്താണെന്ന് പഠിക്കലാവരുത് നമ്മളുടെ ജീവിത ലക്ഷ്യം, മറിച്ച് ജീവിതം എന്താണെന്ന് പഠിക്കലാവണം. ആ ജീവിതം എന്താണെന്ന് പഠിച്ച് അതിന് പ്രയോജനപ്രദമായിട്ടുള്ളത് എന്തെല്ലാമാണോ അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ പ്രയോഗിക്കുക. എന്ത് പഠിച്ചാലും നമ്മളുടെ ജീവിതവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ, ഒരു പ്രായോഗിക ജീവിതത്തിന് അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ, പിന്നെ അങ്ങനെ ഒരു ജീവിതത്തിന്റെ, അങ്ങനെ ഒരു പഠനത്തിന്റെ അർത്ഥലക്ഷ്യം എന്താണ് എന്ന് കൂടി ചിന്തിക്കാം. ഇപ്പോ ഇന്ന് നമ്മൾ യോഗശിഖ ഉപനിഷത്താണ്, വളരെ അഗാധമായിട്ടുള്ള ഒരു ഉപനിഷത്താണത്. ഏതാണ്ട് ഒരു 6 അധ്യായങ്ങളായിട്ട് വലിയ വിഷയം യോഗ എന്ന വിഷയത്തെ കുറിച്ച് വിവരിക്കുന്നതാണ്. നമുക്കൊന്നും മനസ്സിലാവില്ല ശരിക്കും. നല്ല ഒരു യോഗിയുടെ അഷ്ടാംഗ യോഗം തറോ ആയിട്ട് ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയുടെ കീഴിൽ വേണം യോഗചര്യ അഭ്യസിക്കാൻ എന്ന് വളരെ ഭംഗിയായിട്ട് പറയുന്നു. അതല്ലെങ്കിൽ ഈ യോഗ പഠിച്ചതുകൊണ്ട്, ഏത് യോഗ ആണെങ്കിലും, അഷ്ടാംഗ യോഗത്തിലെ ഏത് ഭാഗം, അതില് യമനിയമങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത്, യമനിയമങ്ങൾ സാധാരണ നിർദ്ദേശങ്ങളാണ്. യമനിയമങ്ങള് അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, സ്തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, 5+5 അങ്ങനെ 10 എണ്ണം നമ്മൾ തന്നെത്താനെ പഠിച്ചാലും മതി. ബാക്കിയുള്ളത് ആസനം, യോഗാസനം, ആസന, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധികളെല്ലാം ദൂരെ മാറി നിന്ന് ഒരാള് പഠിപ്പിക്കുകയോ, അല്ലെങ്കിൽ ഒരു പുസ്തകം നോക്കി പഠിക്കുകയോ, അല്ലെങ്കിൽ ഒരു CD നോക്കി പഠിക്കുകയോ, അല്ലെങ്കിൽ ഒരു വീഡിയോ നോക്കി പഠിക്കുകയോ എല്ലാം ചെയ്യുമ്പോ അതിന്റെ പ്ലസ്സുകളും മൈനസുകളും, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ തത്വം അറിഞ്ഞു വേണം യോഗചര്യ പഠിക്കാൻ. വെറുതെ വിഷയം അറിഞ്ഞു പഠിച്ചാൽ പോരാ, തത്വം അറിഞ്ഞു പഠിക്കണമെന്ന് തന്നെ ഈ ഉപനിഷത്തില് വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നു. യോഗ ശിഖ ഉപനിഷത്ത്. ഞാൻ അതിലെ 2 ഭാഗം മാത്രം ഒന്ന് വായിക്കാം. വിവരിക്കാനേ പറ്റാത്ത അത്രയും അഗാധമാണത്. ബ്രഹ്മജ്ഞാനിയുടെ മഹത്വം, നിസ്സംഗ കർമ്മത്തിലൂടെ എങ്ങനെയാണ് ജ്ഞാനം സമ്പാദിക്കുക, എക്സ്പെരിമെന്റബിൾ നോളജും
എക്സ്പീരിയൻഷ്യൽ നോളജും എങ്ങനെയാണ് സമ്പാദിക്കുക? ഈ ജ്ഞാനവും യോഗവും തമ്മിലുള്ള യോഗചര്യയും തമ്മിലുള്ള ബന്ധം എന്ത്? യോഗചര്യയിലൂടെ നമുക്ക് ബന്ധനമുക്തി, ഓരോന്നിനോട് നമുക്കുണ്ടാവുന്ന ബന്ധനം, ബോണ്ടേജ്, അതെങ്ങനെ നമുക്ക് മോചനം നേടാൻ സാധിക്കും? യോഗിക്ക് ഉണ്ടായിരിക്കേണ്ട പക്വമായ മനസ്സ്, മനോനിയന്ത്രണം. ഒരുപക്ഷെ നമ്മളുടെ ഭരണാധികാരികളിൽ ചിലർക്കൊക്കെ ഇങ്ങനെ ഈ ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പവർഫുള്ളി സ്ട്രോങ് ആക്ഷൻ എടുക്കുമ്പോഴും സ്വയം അവരെത്രത്തോളം നിയന്ത്രിതമായ പന്ഥാവിലൂടെയാണ് സംസാരിക്കുന്നതും വിവരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് കാണാൻ സാധിക്കും. ഒരു യോഗിയുടെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഇന്ന് ഭാരതത്തിലെ ഭരണകൂടത്തിൽ ചിലരിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ മനോനിയന്ത്രണം, യോഗചര്യകളിലൂടെയുള്ള ശരീര നാഡി ഉത്തേജനവും നിയന്ത്രണവും, പല തലത്തിലുള്ള യോഗാസനം, അതെങ്ങനെ പരിശീലിക്കണം, ആ യോഗാസന പരിശീലനം തെറ്റിയാൽ സംഭവിക്കുന്നത് എന്താ, അതാണ് ഇമ്പോർട്ടന്റ്. യോഗാസനം എന്ന് പറഞ്ഞാൽ ചിലര് പറയുന്നു ജിംനാസ്റ്റിക്സിന്റെ സ്ലോ ആയിട്ട് ജിംനാസ്റ്റിക്സ് ചെയ്തു കഴിഞ്ഞാല് അത് യോഗയായി. അല്ല, സ്ലോ ആയിട്ടുള്ള ജിംനാസ്റ്റിക്സ് അല്ല യോഗ. യോഗയില് ബ്രീത്തിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും വിടുന്നുണ്ട്. അതുകൊണ്ട് പരിശീലനത്തിൽ ഉണ്ടായിരിക്കേണ്ട ശ്രദ്ധ, അതുപോലെ സുഷുമ്ന നാഡി, സ്പൈനൽ കോഡിന്റേതായിട്ടുള്ള നിയന്ത്രണം, അതിന്റെ ആക്ടിവേഷൻ, എനർജൈസേഷൻ, കൺട്രോളിംഗ്. ആ സ്പൈനൽ കോഡിൽ 32 കശേരുക്കൾക്ക് അകത്തിരിക്കുന്ന ആ സ്പൈനൽ കോഡ് എന്ന സെമി ഫ്ലൂയിഡ്, ആ സെമി ഫ്ലൂയിഡിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാം? മന്ത്രലയ ഹഠ രാജയോഗ വിവരങ്ങള്, ശരീര പ്രപഞ്ച ബന്ധം, ഇതെല്ലാം ഈ യോഗ ഉപനിഷത്തില്. പിന്നെ ശരീരവും മനസ്സും എങ്ങനെയാണത് കോംപ്ലിമെന്ററി ആയിട്ട് കൊണ്ടുപോവേണ്ടത്? നമ്മളൊരു വരി നല്ലോണം അറിയണം. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആദേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ശരീരത്തിൽ ഉണ്ടാകുന്ന സുഖവും വേദനയും മനസ്സിനെ ബാധിക്കുന്നു. മനസ്സിനുണ്ടാകുന്ന സന്തോഷവും ദുഃഖവും ശരീരത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് ശരീരം രോഗമുക്തമാകണമെങ്കിൽ മനസ്സിനെ വളരെ കാര്യമായിട്ട് നിയന്ത്രിക്കണം. മനസ്സിൽ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, മനസ്സില് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ശരീരത്തിന് നോർമൽ ഉണ്ടാവണം. വളരെ ഗംഭീരമായിട്ട് 6 അധ്യായങ്ങളിലെ ഒരധ്യായത്തിൽ എസൻസ് ആണ് ഞാൻ വായിച്ചത്. ബാക്കി നാളെ വായിക്കാം. എല്ലാവർക്കും സുപ്രഭാതവന്ദനം. എല്ലാവിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളോടുകൂടി ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും, അതുപോലെ നമ്മളുടെ സ്വർഗവും നരകവും എല്ലാം നമുക്ക് ഈശ്വരനല്ല തരുന്നത്, ഈശ്വരീയ കർമ്മങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണെന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ എന്റെ സുപ്രഭാത ശുഭദിന വന്ദനം, പ്രണാമം, നമസ്കാരം.